നമസ്കാരം. ഒരു ഗ്രാമത്തിലെ ഒരു വൃദ്ധ സന്യാസി താമസിച്ചിരുന്നു. ഒത്തിരി പ്രായമായ സന്യാസി. അദ്ദേഹം ആ ആശ്രമത്തിന് ചുറ്റും കുറേ കൃഷിയൊക്കെ ചെയ്ത് അതിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം എല്ലാ ദിവസവും താഴെ ഒരു കുളത്തിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വന്നായിരുന്നു ഈ കൃഷി നനച്ചുകൊണ്ടിരുന്നത്. വേനൽക്കാലം ആകുമ്പോൾ പ്രത്യേകിച്ചും അങ്ങനെ കൃഷിയൊക്കെ നനച്ചിങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞപ്പം 2 കുടങ്ങളാണ് പുള്ളി കൊണ്ടുപോകുന്നത്. ഒരു കുടത്തിന് അപ്പടി ഓട്ടകളുള്ള ഒരു കുടവും ഒരു കുടം നല്ല കുടവുമായിരുന്നു. അങ്ങനെ ഈ വെള്ളം എടുത്തുകൊണ്ട് വരുമ്പോൾ ശിഷ്യന്മാർ കിടന്ന് ചിരിക്കും. കാരണം എന്താണെന്നറിയാം, ഒരു കുടത്തിലെ വെള്ളം മുകളിൽ വരുമ്പോഴത്തേനും ഈ പകുതി വെള്ളമായി പോകും. ഒരു കുടം വെള്ളം എടുത്തുകൊണ്ട് വന്നാൽ പകുതി വെള്ളമേ കാണുകയുള്ളൂ. അപ്പം അവർ പറയും, ഈ കുടത്തിനോ നാണോ ഇല്ല, സന്യാസിക്ക് നാണമേ ഇല്ല, കുടത്തിനോ അത്രയും കൂടെ നാണോ ഇല്ല എന്നിങ്ങനെ പറയും. അപ്പം അത് എന്നും ഈ സന്യാസി കേൾക്കുന്നുമുണ്ട്, ശ്രദ്ധിക്കുന്നുമുണ്ട്. പക്ഷേ സന്യാസി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കുടം ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് കണ്ടപ്പോൾ സന്യാസി ചോദിച്ചു, എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എല്ലാവരും എന്നെ സ്വാമിജീനെ കളിപ്പിക്കുന്ന കേട്ടില്ലേ, അതെന്താ മറുപടി പറയാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ സന്യാസി കുടവും എടുത്തോണ്ട് കുളത്തിൻ്റെ കരയിൽ പോയി തിരിഞ്ഞു നിന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ നോക്കിക്കേ, ഈ വഴിയുടെ സൈഡ്, നമ്മൾ വരുന്ന വഴിയുടെ സൈഡൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഇത് കണ്ടില്ല, നിറച്ച് പൂക്കളായിട്ടും ഈ വേനൽക്കാലത്ത് നിൽക്കുന്നത്. കാരണം നീയാണ് ഈ ഓട്ടയുള്ള ആ കുടമാണ് ഈ ചെടികളെയെല്ലാം നനയ്ക്കുന്നത്. ഞാൻ കൈകൾ മാറി മാറി പിടിച്ചാണ് ഈ വെള്ളം എടുത്തുകൊണ്ട് പോകുന്നത്. അപ്പം മുകളിൽ വരുമ്പോഴത്തേനും വെള്ളം തീരുമ്പോഴത്തേനും എന്നും നനയ്ക്കുന്നത് കൊണ്ടാണ് ആ ചെടികളിങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത്. നിറച്ച് പൂക്കളായിട്ടും നിറച്ച് കിളികളായിട്ടും. എന്തോരം കിളികളാണ് അതിൽ കൂടുകൂട്ടിയിരിക്കുന്നത്, എന്തോരം പേർക്കാണത് ഭക്ഷണമാകുന്നത് ഇല്ലേ, ആ പഴങ്ങളുണ്ടാകുന്നതൊക്കെ പക്ഷിമൃഗാദികളൊക്കെ ഭക്ഷിക്കുന്നില്ലേ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ നീ എന്തുപകാരമാണ് ഈ പ്രകൃതിക്ക് നൽകുന്നത്, മറ്റുള്ളവർക്ക് നൽകുന്നത് എന്നിങ്ങനെ സന്യാസി പറഞ്ഞു. അപ്പം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മൾ പലരെയും കാര്യമറിയാണ്ടല്ലേ പുച്ഛിക്കണത് ഇല്ലേ. ഒത്തിരി പേർക്കുണ്ട്. ചില മാതാപിതാക്കൾ മക്കളോട് പറഞ്ഞേക്കാം, നിന്നെ എന്തിനാ പഠിക്കാൻ വിട്ടെ, നീ എവിടെയെങ്കിലും പഠിച്ചിട്ട് നല്ല നിലയിൽ എത്തിയോ എന്ന് ചോദിക്കും. നീ എന്തിനാ ജോലിക്ക് പോണേ എന്ന് ചോദിക്കും. ചിലർ ജോലി സ്ഥലത്ത് നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത്, നിന്നെ കൊണ്ട് വല്ല കഴിവുണ്ടോ, നിന്നോട് എത്ര ദിവസമായി ഇതൊക്കെ ഏൽപ്പിച്ചിട്ട് എന്നിങ്ങനെ ചോദിക്കുന്നതും കേട്ടിട്ടുണ്ട് ഇല്ലേ. അതേപോലെ ചില മാതാപിതാക്കളോട് മക്കൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, നിങ്ങൾ എന്തുണ്ടാക്കി, ഇത്രയും വർഷം നിങ്ങൾ ജീവിച്ചല്ലോ, നിങ്ങൾ ഈ ഭൂമിക്ക് ഭാരമായിട്ടിരുന്നതല്ലേ ഉള്ളൂ, അല്ലാണ്ട് നിങ്ങൾ എന്തെങ്കിലും സമ്പാദിച്ചോ എന്നിങ്ങനെ ചോദിക്കുന്നവരും ഉണ്ട് ഇല്ലേ. നമ്മളൊന്ന് ചിന്തിക്കണം, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം നമ്മൾ അനുഭവിക്കും, അത് ഉറപ്പായ കാര്യമാണ്. നമ്മൾ ചെയ്യാനുള്ള നന്മകൾ നമ്മുടെ കർമ്മങ്ങൾ ചെയ്യുക, അതിൻ്റെ ഫലം നമുക്ക് എപ്പോഴാണേലും നമുക്ക് തിരിച്ചു കിട്ടും ഇല്ലേ. ഈ കുടവും അത് തന്നെയാണ്. കുടത്തിൻ്റെ കർമ്മം ചെയ്തു കുടം, പക്ഷേ അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിരുന്നു ഇല്ലേ. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ഒരു ദിവസം പോലും മുടക്കമില്ലാതെ നമ്മൾ ചെയ്യുക. അത് എത്ര കഠിനമായ പ്രവൃത്തിയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തേക്കുക. അതിൻ്റെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കേണ്ട, അത് വരുന്ന വഴിയേ വന്നോളും ഇല്ലേ. അത് കാലങ്ങളെടുത്തായിരിക്കും ചിലപ്പം അതിൻ്റെ റിസൾട്ട് കിട്ടുന്നത്. നമ്മളൊരു SIP ആയിട്ടൊരു മ്യൂച്വൽ ഫണ്ട് ചേരുന്നത് ചിന്തിച്ച് നോക്കിക്കേ. ഓരോ മാസങ്ങളും ഒരു കൃത്യമായ ഒരു കുഞ്ഞു തുക നമ്മൾ നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ 20 വർഷമോ 25 വർഷവും കൊണ്ട് അതൊരു വലിയ തുകയായി മാറുമെന്ന് നമ്മൾ കേട്ടിട്ടില്ലേ. അതുപോലെ തന്നെ അതൊരു നിക്ഷേപമായിട്ട് കൂട്ടിയാൽ മതി. നമ്മുടെ കർമ്മങ്ങളെല്ലാം ഒരു നിക്ഷേപമായിട്ട് കൂട്ടിയാൽ മതി, അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിരിക്കും. അല്ലാണ്ട് നമ്മൾ ഒറ്റയടിക്ക് എല്ലാം കൂടെ നമ്മൾ കിട്ടാൻ നോക്കിയിരിക്കേണ്ട. കോമ്പൗണ്ടിങ് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നമുക്ക് ലഭിക്കും. നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താണ്ടിരിക്കുക, മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ നമ്മൾ ചെവിക്കൊള്ളാണ്ടിരിക്കുക. നമ്മളൊരു 3 കുരങ്ങന്മാരെ കണ്ടിട്ടില്ലേ, മിണ്ടരുത്, കാണരുത്, കേൾക്കരുതെന്ന് പറഞ്ഞ്, മിണ്ടരുതെന്ന് ഇങ്ങനെ ഇരിക്കും, കേൾക്കരുതെന്ന് ഇങ്ങനെ ഇരിക്കും, കാണരുതെന്ന് പറഞ്ഞ് കണ്ണും പൊത്തിയിരിക്കുന്ന 3 കുരങ്ങന്മാരെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ കാണാറില്ലേ. ആ കുരങ്ങന്മാരെ ഒന്ന് ചിന്തിച്ച് നോക്കി. അതേ രീതി തന്നെയായിരിക്കണം നമ്മുടെ ജീവിതവും. നമ്മളും പലതും കണ്ടില്ല, കേട്ടില്ല, അറിഞ്ഞില്ല എന്ന ഭാവത്തിൽ തന്നെ നമ്മൾ മുന്നോട്ട് പോയാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ചുറ്റുവട്ടത്ത് ഒത്തിരി പേരുണ്ടായിരിക്കുമെന്നേ നമ്മളെ താഴ്ത്താൻ ഇല്ലേ. പക്ഷെ നമ്മളതൊന്നും മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അതുമാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം, നമ്മൾ എവിടെയാണോ എത്തേണ്ടത് അവിടെ നമ്മൾ എത്തുക, അവിടെ നമ്മൾ വിജയിക്കാൻ ശ്രമിക്കുക. കൊച്ചു കൊച്ചു കാര്യങ്ങളിൽ കൂടെ നമുക്ക് വലിയ വലിയ കാര്യങ്ങളിൽ എത്താൻ സാധിക്കും ഇല്ലേ. അല്ലാണ്ട് എല്ലാം ഒറ്റയടിക്ക് വലിയ കാര്യങ്ങളെ ചെയ്യുള്ളൂ, അതേ രീതിയിലെല്ലാം പെർഫെക്റ്റായിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നാൽ ചിലപ്പോൾ അത് നടന്നൊന്നും വരില്ല. നമുക്ക് ചെയ്യുന്ന ഏതാണോ, നമുക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് എന്താണോ അത് ചെയ്യുക, അതിലേക്ക് മുന്നേറുക. അല്ലാതെ എല്ലാം അതിൻ്റേതായ രൂപത്തിൽ തന്നെ പോയി ചെന്നെത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും ചെയ്യാണ്ടിരിക്കണേക്കാളും എനിക്ക് എല്ലാം പെർഫെക്റ്റ് ആയ ശേഷം എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് എല്ലാം അതിൻ്റേതായ രീതിക്ക് വന്നാലേ ഞാൻ ചെയ്യുള്ളൂ എന്നും പറഞ്ഞിരുന്നിട്ട് നമുക്ക് ഒരു കാര്യം തുടങ്ങി വയ്ക്കാൻ നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ മുമ്പിൽ കിട്ടിയേക്കുന്ന അവസരങ്ങൾ നമ്മൾ പരമാവധി വിനിയോഗിക്കുക.
ആ കുടത്തിനെ പോലെ അതിന് വെള്ളം ഒഴിക്കാൻ തോന്നിയതുപോലെ അതിൻ്റെ അകത്തെ വെള്ളം അതിനിങ്ങനെ ചോർച്ചയിലൂടെ എല്ലായിടത്തും നനയ്ക്കാൻ പറ്റിയ പോലെ നമുക്ക് പറ്റുന്ന നന്മകൾ എല്ലാവർക്കും സമൂഹത്തിന് നൽകുക. അതൊക്കെ നമുക്ക് ചെയ്യുള്ളൂ. നമ്മൾ ചെയ്യുന്നത് ലോകം അറിഞ്ഞ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ചിലരുണ്ടല്ലേ, എന്ത് കാര്യം ചെയ്താലും അത് പബ്ലിഷാക്കിക്കൊണ്ട് നടക്കണേ. ഒരാൾക്കൊരു സഹായം ചെയ്താൽ പോലും ഉടനെ അത് പബ്ലിഷാക്കും. അതായത് ഒരു പേരെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആയിരിക്കരുത് നമ്മുടെ ജീവിതം. ആ എന്താന്ന് പറഞ്ഞാൽ ആ സഹായം മേടിക്കണ ആളുടെ മനസ്സ് നമ്മൾ ആരെങ്കിലും കാണുന്നുണ്ടോ? ഇല്ലേ? അയാളുടെ നിവൃത്തികേടും കൊണ്ടായിരിക്കും സഹായം മേടിക്കുന്നത്. നമ്മൾ ചിന്തിച്ച് നോക്കി, ഒരാളൊരു ഒരു ചികിത്സാ സഹായമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുന്നത് അയാളുടെ ഒരു നിവൃത്തികേടിൻ്റെ അവസാനമാണ് ഒരാളോട് സഹായം ചോദിക്കുന്നത്. അത് നമ്മൾ എടുത്തിട്ട് ഫോട്ടോ എടുത്ത് അല്ലെങ്കിൽ അയാൾക്ക് കൊടുത്തു എന്നും പറഞ്ഞ് പബ്ലിഷ് ചെയ്യുന്നതിൽ എന്തർത്ഥമായിരിക്കുന്നു? എല്ലാവരും അവരവരുടെ സ്വകാര്യത രഹസ്യമായി സൂക്ഷിക്കാനല്ലേ ആഗ്രഹിക്കുകയുള്ളൂ, അല്ലേ? മിക്കവരും തന്നെ, ഒട്ടുമിക്ക ജനങ്ങളും അങ്ങനെയായിരിക്കും. ഞാൻ ഇന്നവർക്ക് ചെയ്തു എന്ന് പറയാൻ ആഗ്രഹിക്കാത്തവരായിരിക്കും അധികം പേരും. നമ്മളും അങ്ങനെയായിരിക്കണം. നമുക്ക് എന്തെങ്കിലും ഒരാൾക്ക് ചെയ്യാനുണ്ടെങ്കിൽ ചെയ്തു, നമുക്ക് പറ്റുന്ന പോലെ. അത് നമ്മൾ പരസ്യമാക്കിക്കൊണ്ട് നടക്കാതിരിക്കുക. അതാണ് ഏറ്റവും നല്ലത്. ഞങ്ങൾക്കൊരു സംഘടനയുണ്ട്, അതങ്ങനെയാണ്. പാവപ്പെട്ട കുട്ടികളെ പഠിപ്പിക്കുന്നതും ഒക്കെ ഒരു സംഘടനയാണ്. പക്ഷേ അവർ പബ്ലിഷ് ചെയ്യാറില്ല. അവർ അത് ചെയ്യുന്നു, സഹായങ്ങളൊക്കെ ചെയ്യുന്നു, അങ്ങനെ ഒരു ഇതുണ്ട്. അതുപോലെ തന്നെയായിരിക്കണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിറവേറ്റുക. മറ്റുള്ളവരെ പഴിചാരിക്കൊണ്ടോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കാതിരിക്കുക. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ, ഒരു കുട്ടി പഠിക്കില്ല എന്ന് പറഞ്ഞാലും അവനെ ചേർത്ത് നിർത്തി നമ്മൾ നോക്കിക്കേ. അവനോട് പഠിക്കും, നിനക്ക് കഴിവിനനുസരിച്ച് പഠിക്കാൻ പറയുക, നിനക്ക് പറ്റുന്നിടത്തോളം പഠിക്കാൻ പറയുക. അങ്ങനെ നമ്മൾ അവളെ ചേർത്ത് നിർത്തുക. അപ്പോൾ അവനൊരു പഠിക്കാനൊരു ഇൻട്രസ്റ്റ് വരും. പഠിച്ചെടുക്കണമല്ലോ എന്ന്. നമുക്ക് ഇന്ന കോഴ്സൊക്കെ എടുത്താൽ, അല്ലെങ്കിൽ നിനക്ക് പറ്റുന്ന എളുപ്പമുള്ള ഏതെങ്കിലും ഒരു കോഴ്സുകളെടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം എന്നവനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക. അവനെ ആ രീതിയിൽ മനസ്സിലാക്കി കൊടുത്ത് അവനെ പഠിപ്പിക്കുക. ഇനിയിപ്പോൾ +2 ഒക്കെ എക്സാം വരുമല്ലേ, 10ലെയൊക്കെ. അപ്പം നമ്മുടെ മക്കളോട് നമ്മൾ പ്രോത്സാഹിപ്പിച്ചു കൊടുക്കുക. കുറ്റപ്പെടുത്തരുത്. നീ പഠിക്കണില്ല, അയലോക്കത്തെ രാമു പഠിക്കണു അല്ലെങ്കിൽ അയലോക്കത്തെ ദാമു പഠിക്കണു എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇരിക്കാതെ നമ്മുടെ കുഞ്ഞിനോട് പഠിക്കുക, നിനക്ക് പറ്റുന്നിടത്തോളം പഠിക്കുക, നീ നല്ല മാർക്കോടെ പാസ്സായി വരണം കേട്ടോ. പഠിക്കുന്ന പിള്ളേരോട് നമ്മളൊന്നും പറയണ്ട, ഇല്ലേ? പഠിക്കുന്ന പിള്ളേരോട് നമ്മൾ നേർവഴിക്ക് പോകാൻ മാത്രം പറഞ്ഞു കൊടുത്താൽ മതി. പഠിക്കില്ലാത്ത മക്കളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. അവനപ്പോൾ ഒരു പ്രോത്സാഹനമായിട്ടിരിക്കട്ടെ, ഇല്ലേ? അവനപ്പോൾ പഠിച്ചു വന്നോളൂ. നിനക്ക് പറ്റുന്ന പോലെ മാർക്ക് മേടിച്ചോണ്ടോ വാ എന്ന് പരാജയപ്പെടാണ്ട് നമുക്ക് നോക്കണം, ഇല്ലേ? നമുക്ക് നല്ല കോഴ്സൊക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. അവനിലുള്ളിലെ കഴിവിനെ നമുക്ക് വികസിപ്പിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് വരാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഇല്ലേ? അതേപോലെ നമ്മളാരെയും കുറ്റപ്പെടുത്താൻ പോകരുത്. നമ്മളാരാ കുറ്റപ്പെടുത്താൻ? നമ്മളാരാ വിധിക്കാൻ? നമ്മളും ചിന്തിച്ചു നോക്കിയേ, ആരാ നമ്മളോട് തന്നെ ഒരു ചോദ്യങ്ങൾ ചോദിക്കുക. മറ്റുള്ളവരെ വിധിക്കാനും മറ്റുള്ളവരെ കുറ്റപ്പെടുത്താനും നമ്മൾ ആരാണെന്ന് നമ്മളോട് ചോദിച്ചാൽ നമുക്കതിൻ്റെ ഉത്തരം കിട്ടുമെങ്കിൽ ഓക്കെ, ശരിയാണ്. ഇത് അങ്ങനെ ഒരു ഉത്തരം നമുക്ക് ഒരിക്കലും കിട്ടുന്നില്ല. നമ്മളേതാണ്ട് വലിയ സംഭവമായിട്ടിരുന്ന ഏതാണ്ട് ന്യായാധിപൻ നമ്മളാണ്. എല്ലാവരെയും വിധിക്കാനും എല്ലാവരെയും നേരെയാക്കാനും നമ്മളാണ് ശ്രമിക്കണേ. ആരെ നേരെയാക്കാൻ നമ്മളെ കൊണ്ട് പറ്റും? ഒരു മനുഷ്യനെ നേരെയാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. അവനവൻ സ്വയം വിചാരിക്കണം, നേരെയാകണോ നേരെയാവണ്ടിയോ എന്ന്, ഇല്ലേ? അല്ലാണ്ട് ഒരു മനുഷ്യനും സ്വന്തം അങ്ങനെ മറ്റുള്ളവരെ നേരെയാക്കിയ ഒരു സംഭവം ഇല്ല. ഒരു മാതൃക നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാം. അതല്ലാണ്ട് അയലോക്കംകാർക്ക് നമുക്ക് മാതൃക കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? അയലോക്കത്തെ ചേട്ടൻ ജീവിക്കും പോലെ ജീവിക്കണം, അല്ലെങ്കിൽ ചേച്ചി ജീവിക്കും പോലെ ജീവിക്കണം എന്ന് നമുക്ക് പറയാനേ പറ്റുള്ളൂ, ഇല്ലേ? അതുപോലെ ജീവിക്കണമെങ്കിൽ നമ്മുടെ വീട്ടിൽ വല്ലതും ഉണ്ടായിരിക്കണം, എങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പിന്നെ നമുക്ക് ഓരോ ചില സ്വഭാവങ്ങൾ ചിലപ്പം അവരിൽ നല്ലതുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം എന്നോർത്തുകൊണ്ട് എല്ലാ സ്വഭാവവും അയലോക്കത്തെ ആളുടെ നല്ലതായിരിക്കണം എന്നൊന്നുമില്ല. അതൊക്കെ നമ്മുടെ ചിന്തകൾ മാത്രമാണ്. ആരും അത്ര പെർഫെക്റ്റായോ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ എല്ലാവരുടെ ഉള്ളിലുണ്ടായിരിക്കും, ഇല്ലേ? എത്ര സത്യസന്ധനാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഒരു പിഴവുണ്ടെങ്കിൽ മതി അവനെ എല്ലാവരും കുറ്റപ്പെടുത്താൻ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, 100% ആർക്കെങ്കിലും തികച്ച് കിട്ടുന്നുണ്ടോ? 99% നന്മകൾ ചെയ്ത ഒരു മനുഷ്യൻ 1% എന്തെങ്കിലും ചെറിയ തെറ്റ് ചെയ്താൽ ആ ചെറിയ തെറ്റ് മാത്രമേ ലോകം കാണുകയുള്ളൂ, മറ്റുള്ളവർ കാണുകയുള്ളൂ. അതേ പിടിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. എന്നാൽ ആ 99% അയാൾ നല്ലതാണല്ലോ ചെയ്തതെന്ന് ആരും വിചാരിക്കുകയില്ല. അതാണ് ഈ ലോകം. അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് നമ്മളെ നന്നാക്കാൻ നമുക്ക് ശ്രമിക്കാം, ഇല്ലേ? ഈ ശ്വാസത്തിനും ഇടയ്ക്കും ഉള്ള ഒരു ജീവിതം നമുക്കുള്ളൂ. ഇത് നിന്നുപോയാൽ അത്രയേ ഉള്ളൂ നമ്മുടെ ജീവിതം. ഒന്ന് ശ്വാസം നിലച്ചു പോയാൽ നമ്മൾ തീരാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മൾ എന്തുകൊണ്ട് അഹങ്കാരിക്കുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. പലരുടെയും ഭാവങ്ങൾ കണ്ടിട്ടുണ്ട്. ചിരഞ്ജീവിയായിട്ട് ഈ ലോകത്ത് ജീവിക്കുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്, ഇല്ലേ?
ഒത്തിരി പേരുണ്ട്, അവരൊരിക്കലും മരണമില്ലാത്ത, അവർക്ക് ഒരിക്കലും ഒരു അപമാനവും വരില്ലാത്ത, ഒരിക്കലും ഒരു ദോഷവും വരില്ലാത്ത ആൾക്കാരാണ്. ഈ ലോകത്തിലുള്ള സകല കോടി ജനങ്ങൾക്കും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ട്. അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. നമ്മളവർക്ക് ഇപ്പം അംബാനിയുടെ വീട്ടിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും എന്തെങ്കിലും പ്രശ്നങ്ങൾ കാണുമെന്നേ. അവർക്ക് അവരുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ആ ചെറുക്കൻ കൊച്ചിനെന്തോ അസുഖങ്ങളുണ്ടെന്ന് നീതാ അംബാനി തന്നെ പറയും, നമ്മൾ കേട്ടില്ലേ. നമുക്ക് ഓർത്ത് നോക്കിയാൽ എല്ലാ മനുഷ്യർക്കും എന്തെങ്കിലുമൊക്കെ ദുഃഖങ്ങൾ കാണും. എത്ര പൈസക്കാരനാന്ന് പറഞ്ഞാലും എത്ര പാവപ്പെട്ടവനാന്ന് പറഞ്ഞാലും അവന് അതിൻ്റേതായ പണത്തിൻ്റെ ബുദ്ധിമുട്ട് കാണും. അവന് വേറെ കുഴപ്പങ്ങളൊന്നും കാണില്ല. ഇടത്തരക്കാരാണെങ്കിൽ ഒന്നുകിൽ കാശുകാരനാകാത്തതിൻ്റെ ദുഃഖം, അല്ലെങ്കിൽ താഴേക്കൊട്ടവർ പോകുകയില്ല. അപ്പോൾ കാശുകാരനാകാത്തതിൻ്റെ ആർത്തിയോടുകൂടി അവൻ ജീവിക്കും. ഇടത്തരക്കാർക്ക് വരുന്ന കുഴപ്പങ്ങളതാണ്, അവന് സകലമാനം വെട്ടിപ്പിടിക്കാനുള്ളൊരാഗ്രഹമാണ്. അത് സാധിക്കാതെ വരുമ്പോൾ അവൻ നിരാശയായിട്ട് വരികയും ചെയ്യും. ഉള്ള കടങ്ങളിൽ മുഴുവൻ ചെന്ന് പെടുകയും ചെയ്യും. അത് വാങ്ങി, ഇത് വാങ്ങി, മറ്റത് വാങ്ങി, മറിച്ചത് വാങ്ങി എന്നും പറഞ്ഞുകൊണ്ട് ഇല്ലേ. ഇതിങ്ങനെയാണ് ലോകം, ഇതാണ് ലോകം. അത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. അപ്പം നമ്മൾ നമുക്കുള്ളതിൽ സംതൃപ്തരാകുക, സന്തോഷവാന്മാരായിട്ടിരിക്കാൻ ശ്രമിക്കുക. ഈ കൊച്ചു ജീവിതത്തിൽ അതേ നമുക്കുള്ളൂ മിച്ചം, സന്തോഷകരമായ ഓരോ നിമിഷങ്ങളും. അപ്പം ഞാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കണം. എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവമേ.